നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെയാവുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഭാവിയിൽ നിങ്ങളൊരു AI ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവുമെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എന്നാൽ ഇതിലെ ഒന്നാമത്തെ സിനിമ അങ്ങനത്തെ ഒരു മാരക സംഭവമാണ്. നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടും. ഈ പറയുന്ന 5 സയൻസ് ഫിക്ഷൻ സിനിമകൾ ഫ്യൂച്ചർ പോസിബിലിറ്റീസ്, സ്പേസ് എക്സ്പ്ലോറേഷൻ, ടെക്നിക്കൽ ഇമ്പാക്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. വെൽക്കം ടു മസ്റ്റ് വാച്ച് മൂവീസ് എപ്പിസോഡ് 13. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫ്യൂച്ചറിലുള്ള സയൻസ് ഫിക്ഷൻ ആയിട്ടുള്ള AI ആയിട്ടുള്ള പല ഘട്ടങ്ങളെ കുറിച്ചിട്ടാണ്. ഞെട്ടാൻ റെഡി ആയിക്കോ. നിങ്ങൾ ഇതിലെ പല വീഡിയോസ് കണ്ടാലും ഞെട്ടും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സിമ്പിളാണ്. നമ്മൾ ഡെയിലി 5 മസ്റ്റ് വാച്ച് മൂവീസ് വെച്ചിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോ. നമുക്ക് ഡയറക്റ്റ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ആ വേൾഡിലേക്ക് കയറാം. നമ്പർ 5, 2001 എ സ്പേസ് ഒഡീസി, സ്റ്റാലിൻ കുബ്രിക് മാസ്റ്റർ പീസ്. ഈ വീഡിയോ കാണുന്ന പലരുടെയും അച്ഛനും അമ്മയും വരെ ജനിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു സമയം, ആ സമയത്ത് ഉണ്ടായ ഒരു സിനിമയാണിത്. 1969 ആദ്യമായിട്ടൊരു മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തുന്നത്. അതിനു മുമ്പേ ഉള്ള ഒരു സ്പേസ് സിനിമയാണിത്. മൊത്തത്തിലുള്ള ഫിക്ഷനാണിത്. സ്പേസ് എക്സ്പ്ലോറേഷൻ ആണ് ഈ സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത്. പക്ഷേ ഒരു സ്പേസ് അഡ്വഞ്ചർ പാറ്റേൺ സിനിമയല്ല. അതായത് ഈ സിനിമ പല ഭാഗങ്ങൾ ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. ഹ്യൂമൻ എവല്യൂഷൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കോമിക് മിസ്റ്ററീസ് എല്ലാം തന്നെ ഈ സംഭവം അവിടെ ഇവിടെയായിട്ട് കവർ ചെയ്തിട്ടാണ് ഇത് പോകുന്നത്. ഇതിൽ HAL 9000 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിനെ വരുന്നുണ്ട്. അതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ആണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് വരും എന്നുള്ളത് 1968 അവർ പ്രെഡിക്റ്റ് ചെയ്തു. ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ പതിഞ്ഞ താളത്തിൽ മിനിമലായിട്ട് സംഭാഷണങ്ങൾ പറഞ്ഞ് വിഷ്വലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയാണിത്. ഞെട്ടിക്കുന്ന വസ്തുത എന്താണെന്ന് വെച്ചാൽ 1968 ചെയ്തിട്ടുള്ള സ്പെഷ്യൽ എഫക്റ്റിൻ്റെ വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇന്നും റിലേറ്റബിൾ ആണ് എന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. അതാണ് പ്രാക്ടിക്കൽ എഫക്ട്സിൻ്റെ ബ്രില്യൻസ് എന്ന് പറയുന്നതും ആ ഒരു ലെജൻഡറി ഡയറക്ടറിൻ്റെ കഴിവും. നമ്മൾ കഴിഞ്ഞ ദിവസം ഷൈനിങ് വരെ ചർച്ച ചെയ്തതാണ്. അതിലൊക്കെ വിഷ്വൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹ്യൂമൻ പ്ലേസ് ഇൻ യൂണിവേഴ്സ്, എവല്യൂഷൻ, ടെക്നോളജി, ഡിപ്പെൻഡൻസ് എല്ലാം തന്നെ ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫിലോസഫി എന്ന് പറയുന്നത് എത്രയോ ഹെവിയാണ്. മോഡേൺ ഓഡിയൻസിന് ഈ ഒരു സിനിമ സ്ലോ ആയിട്ട് അനുഭവപ്പെട്ടേക്കാം. പക്ഷേ ഈ സിനിമ തരുന്നൊരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അത് വേറെ ലെവലാണ്. അതായത് എല്ലാ സയൻസ് ഫിക്ഷൻ സിനിമകളും റെഫറൻസ് എടുക്കുന്ന മുതൽ ഈ ഒരു സാധനമാണ്. പക്ഷേ നമ്മുടെ 4ാമത്തെ സിനിമയുണ്ടല്ലോ, അതൊരു വിഷ്വൽ ബ്രഹ്മാണ്ഡ സംഭവമാണ്. നമ്പർ 4, ബ്ലേഡ് റണ്ണർ 2049. സ്വീക്വലാണ്, പക്ഷെ സ്റ്റാൻഡ് അലോൺ ആയിട്ടും നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ സിനിമ ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, വേറൊരു ബോക്സിലിരുന്ന് ഞാൻ പറയാം, മനുഷ്യൻ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഹ്യൂമൺ ഉണ്ടാക്കി. ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഹ്യൂമൺ ഉണ്ടല്ലോ, മനുഷ്യന്മാരെ കൊടുന്ന് അവർ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കി. കൺഫ്യൂഷൻ ആയോ? നല്ല രസമുള്ള ഒരു സാധനമാണ്, കണ്ടു നോക്കുക. ഒരു കിടിലൻ സാധനമാണ്. അതായത് ഒരു സൈബർ പങ്ക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും ഇതിൻ്റെ വിഷ്വൽസും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഇതൊക്കെയാണ് ഈ ഒരു സിനിമയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതായത് ഈ സിനിമ പങ്കുവെച്ചിട്ടുള്ള ഒരു ഫിലോസഫി എന്ന് പറഞ്ഞപ്പോൾ അത് കഥ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അത് ഭയാനകമാണ്. അതായത് ഈ സിനിമയ്ക്കായിരുന്നു ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫിക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ടായത്. നിങ്ങൾ ഈ ഒരു സിനിമേൻ്റെ ഓരോ ഫ്രെയിമും ഓരോന്ന് അടക്കി വെച്ച് നോക്കിക്കോളൂ, പെയിൻറ്റിങ് ചെയ്തതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അതായത് ബ്ലേഡ് റണ്ണർ നിങ്ങൾക്കറിയാലോ മുമ്പുള്ളതും ഉണ്ട്. അപ്പോൾ അത് ഇൻ കേസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഈ സിനിമയിൽ കിട്ടും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ലോ ബേൺ ത്രില്ലറാണ്, ആക്ഷൻ പടമാണെന്നൊന്നും കരുതി അങ്ങോട്ട് കയറേണ്ട. എല്ലാം ലിമിറ്റഡ് ആണ്. കുറച്ചങ്ങോട്ട് ചിന്തിക്കാനുള്ള പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐഡിയൽ ഓഡിയൻസ് ഉണ്ടല്ലോ, അവർക്കൊക്കെ ഈ സാധനം നല്ല രീതിയിൽ ദഹിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ 3ാമത്തെ സിനിമയുണ്ടല്ലോ, അത് ഇതിനേക്കാൾ വേറെ ലെവലാണ്. പിന്നെ 3ാമത്തെ പടമായി. ലൈക്കും സബ്സ്ക്രൈബ് ഒന്നും ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്യണേ, അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും, അറിയാമല്ലോ. നമ്പർ 3 പൊസിഷനിൽ അവതാറാണ് ഞാൻ പറയുന്നത്. പണ്ടോറ പ്ലാനറ്റിലെ ഹ്യൂമൻ വാസ് നേവി ആയിട്ടുള്ള ഒരു സംഘർഷമാണ് ചിത്രം പങ്കുവയ്ക്കുന്നത്. സിമ്പിൾ പ്ലോട്ട്, പക്ഷെ ബ്രില്യൻ്റ് ആയിട്ടുള്ള എക്സിക്യൂഷൻ. ഈ ഒരു സിനിമ, ഈ ഒരു അവതാർ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറി എന്നും റെലവൻ്റ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ആ ഒരു രീതി അങ്ങനെയാണ് പോകുന്നത്. ഒരു ഗ്രഹത്തിലെ ആളുകളെ മൊത്തം ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യന്മാരുടെ കഥയാണ് പറയുന്നത്. സാധാരണ നോർമലി എന്താ സംഭവിക്കാറ്, മനുഷ്യന്മാർ നായകരും ഏലിയൻസ് വില്ലനുമാണ് വരാറ്. പക്ഷെ ഇവിടെ നേരെ തിരിഞ്ഞിട്ടാണ്. കാരണം എന്താ, ഏലിയൻസ് ആണ് ഇവിടെ നായകന്മാരായിട്ട് വരുന്നത്, മനുഷ്യന്മാർ ഇവിടെ വില്ലനാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രത്യേകത ഈ അവതാർ എന്ന് പറഞ്ഞ സിനിമയ്ക്കുണ്ട്. സ്വീക്കൽ വരുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാമല്ലോ. ഒന്ന് ഓൾറെഡി റിലീസായിട്ടുണ്ട്. ഇനി അടുത്ത 2-3 വർഷങ്ങളായിട്ട് പല സംഭവങ്ങൾ ഇനിയും ഇറങ്ങാനുണ്ട്. ഇനി ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്ന 2ാമത്തെ മൂവി ഉണ്ടല്ലോ, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള സ്പേസ് റിലേറ്റഡ് മൂവീസിനെയൊക്കെ ഓവർകം ചെയ്യാൻ പോകുന്ന ഒരു സിനിമയാണ്.
രണ്ടാമത്തെ സിനിമ ദ ഗ്രാവിറ്റി. സ്പേസ് ത്രില്ലറാണ്. അതായത് ഒരു ഹ്യൂമൻ റിലേറ്റഡ് തന്നെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. സ്പേസിൽ വെച്ചിട്ട് ഒരു അപകടം ഉണ്ടാവുന്നു, അത് പൊട്ടിത്തെറിക്കുമ്പോൾ ആളുള്ളത് ആ ഒരു സ്പേസിൻ്റെ, അതായത് അന്തരീക്ഷത്തിലായിരുന്നു, സ്പേസ് ഷിപ്പിലല്ലായിരുന്നു. പിന്നെ ആ സ്പേസിൽ ആകാശത്ത് കിടന്ന് ഇങ്ങനെ പറക്കുവാണ്. ഇവിടെ നിന്ന് സർവൈവ് ചെയ്യുമോ? നിങ്ങൾ ആലോചിക്കുക, ശൂന്യാകാശത്തോടെ ഇങ്ങനെ പറന്ന് നിറയ്ക്കുക, അവിടെ ഗ്രാവിറ്റി ഇല്ല, ഒന്നുമില്ല അല്ലേ. ജസ്റ്റ് എങ്ങോട്ടേക്കാണോ മൂവ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥ. അതായത് നായികക്ക് ഓസ്കാറൊക്കെ കിട്ടിയിട്ടുള്ള സിനിമയാണ്. 100% ഡിസീവിങ് ആണ്. 100% ഡിസേർവിങ് എന്ന് പറഞ്ഞാൽ 100%. ഇതെന്നല്ല കേട്ടോ, ഇതിപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ എന്നും ഇതിൻ്റെ BGM യൂസ് ചെയ്യാറുണ്ട്. ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള കിട്ടിയുള്ള BGMഉം പിന്നെ ക്ലൈമാക്സിലൊക്കെ ഒരു BGM വരുന്നുണ്ട്. നമ്മളൊരു ഹെഡ്ഫോണും വെച്ച് കണ്ണടച്ച് ഈ സംഭവം കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീൽ എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. അതായത് ഈ സിനിമ ചെയ്യാൻ വേണ്ടി നാസിൻ്റെ പല ആളുകളൊക്കെ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ ഒരു പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പൈസനെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം കൊണ്ടോ സോൾവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. വിൽ പവർ വേണ്ട കേസുകൾ ഉണ്ടാവും. ഇപ്പോൾ മുമ്പിലൊരു പുലി നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്മോക്കിങ്ങോ ഡ്രിങ്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം സ്റ്റോപ്പ് ചെയ്യണം. അതിനൊക്കെ നമ്മുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമുണ്ടോ? ഇല്ലല്ലോ. അതിനൊക്കെ നമുക്കൊരു വിൽ പവറാണ് വേണ്ടത്. ആ ഒരു സംഭവത്തിനെ കുറിച്ചിട്ടൊക്കെ വ്യക്തമായിട്ട് ഈ സിനിമ സംസാരിക്കുന്നുണ്ട്. 90 മിനിറ്റ് മാത്രമാണ് ഈ സിനിമയുടെ ദൈർഘ്യം വരുന്നത്. അതായത് പക്ക ടൈറ്റായിട്ടുള്ള പേസിംഗ് ആണ്. അതായത് ഒരു ബോറിംഗ് മൊമെൻറ്റും ഇല്ല, ടെൻഷൻസ് മാത്രം തുടക്കം മുതൽ അവസാനം വരെ. അതായത് സ്പേസ് എക്സ്പ്ലോറേഷൻ എത്രത്തോളം ഡേഞ്ചറസ് ആണെന്നുള്ളത് ഈ സിനിമ വരച്ച് കാട്ടുന്നുണ്ട്. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ബഹിരാകാശ സഞ്ചാരികളോടൊക്കെ ഒരു റെസ്പെക്റ്റ് തോന്നും. പക്ഷേ നമ്മുടെ ഒന്നാമത്തെ സിനിമയുണ്ടല്ലോ, അതൊരു ഇമോഷണൽ സയൻസ് ഫിക്ഷൻ സിനിമയാണ്. ഇത്രയും ഞാൻ പരിചയപ്പെടുത്തിയതിൽ കംപ്ലീറ്റ് ഔട്ട് ഓഫ് ടെറിട്ടറി, അല്ലെങ്കിൽ വേറൊരു ടെറിട്ടറി ആയിട്ടുള്ള സാധനം. ഫൈനലി നമ്പർ 1 ഹെർ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള സിനിമ ഇതാണ് സാധനം. അതായത് ഒരു അൺകണ്ടീഷണൽ ലവ്, ഒന്നും പ്രതീക്ഷിക്കാതെ ഇഷ്ടപ്പെടുക എന്നൊക്കെ പറയുന്നൊരു സംഭവം. ഈ സ്റ്റോറി ചിലപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കോമഡി ആയിട്ടൊക്കെ തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ ChatGPT-നോട് ഒരാൾക്ക് പ്രണയം തോന്നുകയാണ്, അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ലവ് തോന്നുകയാണ്. എനിക്കറിയാം വലിയ സംഭവമായിട്ടൊന്നും തോന്നില്ല, പക്ഷെ ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള സാധനമാണ്. നിങ്ങൾക്ക് കണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റ ഇരുപ്പിനിരുന്ന് കാണും. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ChatGPT വന്നിട്ട് 2-3 കൊല്ലമായി. പോപ്പുലർ ആയത് എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമാണ് മോസ്റ്റ് പോപ്പുലർ ആവുന്നത്. പക്ഷേ 2023 ഇങ്ങനെ ഒരു സംഭവം വരും എന്നുള്ളത് ഗസ് ചെയ്തിരുന്നു ഞാൻ. 100% ഉറപ്പിച്ചു പറയുന്നു, ഈ സിനിമയിൽ പറഞ്ഞ പോലെയുള്ള സംഭവങ്ങൾ, അതായത് നമുക്ക് റിലേഷൻഷിപ്പ് വരെ ആവാൻ പറ്റുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഭാവിയിൽ എന്താണെങ്കിലും വരും. അതായത് ഈ AI-യും ഇതിലെ നായകനും സംസാരിക്കുന്ന പല രംഗങ്ങളുണ്ട്, അവരുടെ ഒരുപാട് റൊമാൻറ്റിക് മൊമെൻറ്റ്സ് ഉണ്ട്. അതൊക്കെ ഈ സിനിമ കാണുമ്പോൾ നമുക്കിങ്ങനെ കണക്റ്റ് ആവും. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ എന്താ പറയുക, ChatGPT അതിനെ പ്രണയിക്കുന്നത് നമുക്ക് ഭയങ്കര ഫീൽ കിട്ടുന്നു, എന്തൊക്കെയാവും പറയുന്നതെന്നൊക്കെ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം. സത്യമാണ് ഗൈസ്, ഇത് നമുക്ക് വല്ലാത്തൊരു ഫീല് തരും ഈ ഒരു പടം. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു വളരെ രസമുള്ള ഒരു റൊമാൻറ്റിക് മൂവി കാണുന്ന ഒരു ഫീലായിരിക്കും ഈ സിനിമയ്ക്കുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള റൊമാൻറ്റിക് സിനിമ അത് ഈ സാധനമാണ്. അപ്പോൾ അതിന് ശേഷമാണ് ബാക്കി പല സിനിമകൾ വരെ ഇതുവരെ കണ്ടതിൽ ഞാൻ കാണാത്തത്. ഇനി ചിലപ്പോൾ നാളെ സ്ഥാനം മാറിയേക്കാം. അപ്പോൾ നമുക്കിത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു റിയൽ ആയിട്ടുള്ള ഒരു സാധനം കാണുന്ന പോലെയുള്ള ഒരു ഫീലായിരിക്കും ഉണ്ടാവുക. അതായത് ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫ്യൂച്ചറായിട്ടുള്ള ഒരു സിനിമ കാണുന്ന സമയത്ത്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ബ്ലേഡ് റണ്ണറിൻ്റെ ഒക്കെ പറയും, അതൊക്കെ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് കാണിക്കുന്നത്, വലിയൊരു ലാൻഡ്സ്കേപ്പിലാണ് കാണിക്കുന്നത്. പക്ഷേ ഈ സിനിമേൻ്റെ സെറ്റപ്സ് കണ്ടു കഴിഞ്ഞാൽ ഇത് നടക്കുമെന്ന് നമുക്ക് തോന്നും. എന്താണെന്ന് വെച്ചാൽ അത്ര വലിയ സാധനങ്ങളൊന്നുമല്ല ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഭാവിയിൽ ടെക്നോളജി ആയിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ വരും എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്, കിടിലനായിട്ടുള്ള സയൻസ് ഫിക്ഷൻ മൂവീസ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. അങ്ങനത്തെ സംഭവത്തിന് കഥ എഴുതാനോ ഡയറക്ഷൻ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്, ഞാൻ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. നമുക്ക് കിട്ടില്ലാനായിട്ട് ഇതേപോലെയുള്ളൊരു സിനിമ പ്രിപ്പയർ ചെയ്യാം. പിന്നെ മെൻറ്റർഷിപ്പും ഉണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.